ആദി 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 ആ കുട്ടിയോടെ ചോദിക്കേണ്ടതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞു. ഇനിയും തന്റെ പോലീസ് മുറയൊന്നും വേണ്ട കേട്ടോ. കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളെ രണ്ടുപേരും തിരിച്ചു കിട്ടിയതില് എല്ലാരെയും പോലെ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ തിരിച്ചു വന്ന കാര്യം ഒളിച്ചു വയ്ക്കൊന്നുമല്ല. പൂജയെ കാണാതായതിന്റെ പേരില് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന രണ്ടുപേരുണ്ട്. പൂജയുടെ അച്ഛനും അമ്മയും. എനിക്ക് അവരെ വിവരം അറിയിച്ചേ പറ്റൂ. അവരെ ഞാൻ അറിയിച്ച പോരെ? ഫോണിൽ വേണ്ട, ഞാൻ നേരിട്ട് പോയി അവരോട് സംസാരിച്ചോളാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ഫോണല്ലേ കയ്യിലിരിക്കുന്നേ, വിളിച്ചതാ, ഞാൻ മായയോട് സംസാരിച്ചോളാം. എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ? തന്റെ കാമുകനാണല്ലോ SP ഉമാദത്തൻ. എന്തുപറ്റി? അത് പറഞ്ഞപ്പോ ഒരു ചീറ്റില്. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? എന്ത് സത്യം? സത്യമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാ ഇത് ആവർത്തിക്കുന്നേ? പിന്നെ അവനെന്തിനാ നിന്നെ മാത്രം എങ്ങനെ വിളിക്കുന്നേ? കാമുകനായ മാത്രമേ ഒരാൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ആർക്കും ആരെ വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഭർത്താവായ ഞാനിവിടെ ജീവനോടെ നല്ല ആരോഗ്യത്തോടെ ഈ ഭൂമിയിലുള്ളപ്പോ എന്റെ ഭാര്യ ഇവനെന്തിനെ എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു എന്നുള്ളത് എന്റെ ചോദ്യം. ശ്രീനി ഇത്ര തരം താഴരുത്. ഞാൻ വളരെ താഴെയാ, പറഞ്ഞിട്ടില്ലേ, പാതാളത്തെക്കാൾ താഴെയാ. പക്ഷെ രാപ്പകൽ നോക്കാതെ വല്ലവന്റെയും ഭാര്യയെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്ന ഇവന്റെ ലെവലുണ്ട്. ആകാശത്തിനുള്ള അയാൾ വല്ല ഒഫീഷ്യൽ കാര്യത്തിനും വിളിക്കുന്നതായിരിക്കും. പിന്നെ ഞാനറിയാത്ത എന്ത് ഒഫീഷ്യൽ കാര്യമാണോ? ഞാനിപ്പോ ഒഫീഷ്യൽ അല്ലല്ലോ, ഉള്ള പണി പോയി കിട്ടിയില്ലേ. ആരും ഒന്നും ചെയ്തതല്ലല്ലോ, സ്വയം കളഞ്ഞതല്ലേ. അതെ, കളഞ്ഞതാ, ഞാൻ സ്വയം കളഞ്ഞതാ. അതുകൊണ്ടാണല്ലോ ഞാൻ കളത്തിന് പുറത്തായത്. ഈ ഫോൺ എൻ്റെ കയ്യിലായിരുന്നല്ലോ കുറച്ച് ദിവസം. ആരൊക്കെ നിന്നെ എപ്പോഴൊക്കെ വിളിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. എന്നാ പറ, ആരൊക്കെ എന്നെ വിളിച്ചത് പറയാൻ? നീ ദേഷ്യപ്പെടാതൊരു ഭാര്യ, നിഷ്കളങ്കനും നിസ്സഹായനുമായൊരു ഭർത്താവിന്റെ ആശങ്ക ഞാൻ പങ്കുവച്ചതല്ലേ. നീ ഒന്ന് ക്ഷമിക്കടി. ആകെയുള്ളൊരു മകളുടെ കാര്യമോ ഇങ്ങനെ. ഇനി ഭാര്യയെങ്കിലും ഈ പാവ എക്സ് കമ്മീഷണർ സംരക്ഷിക്കണ്ടേ? സംരക്ഷിക്കുന്നത് ഇങ്ങനെയാണോ? ഇല്ലാത്ത അനാവശ്യമൊക്കെ പറഞ്ഞുണ്ടാക്കി. എന്താണോ ഇത്? താനെന്താ എന്നെ മനസ്സിലാക്കാതെ? നിങ്ങളെ നന്നായി മനസ്സിലാവുന്നത് കൊണ്ട് ഞാൻ പറയുവാ. ഇനി ഇത്തരം സംസാരം ഉണ്ടായ
ഞാൻ ഈ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടും. നീ ചാടിയാൽ നീ മരിക്കും, അല്ലാതെ ഞാൻ മരിക്കുക. ചാടിക്ക. എന്റെ മകളുടെ ജീവിതം സേഫായ സ്ഥിതിക്ക് ഇനി എനിക്ക് മരിക്കാനും ഭയമില്ല. അതിനവൾ സേഫാണെന്ന് ആരാ പറഞ്ഞേ? ഞാൻ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം അവൾ സേഫല്ല. എന്താ എടുക്കുന്നില്ലേ? ഇല്ല. എന്നാ പിന്നെ തിരക്ക് കൂട്ടണ്ട, എന്തെങ്കിലും ജോലിയിലായിരിക്കും. തിരിച്ചു വിളിക്കുമ്പം വിവരം പറഞ്ഞാ മതി. മുത്തശ്ശിക്ക് അത് പറയാം. എന്റെ ടെൻഷൻ എനിക്കല്ലേ അറിയൂ. എന്ത് ടെൻഷൻ? ഇവരിപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. സാവകാശം എല്ലാരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ? പോരാ, എത്രയും പെട്ടെന്ന് എല്ലാരും അറിയിക്കണം. ഇന്നലെ വരെ ഈ ആവേശമൊന്നും കണ്ടില്ലല്ലോ. ഇപ്പൊ ഇവരെ കണ്ടു കിട്ടിയപ്പോഴാണോ ഇത്ര വെപ്രാളം? അതല്ല മുത്തശ്ശി, മുത്തശ്ശി ഇപ്പോഴും കാര്യം അറിയാതെ സംസാരിക്കുന്നേ. മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ആദ്യം ദത്തൻ ഈ പോലീസ് കണ്ണൊന്ന് മാറ്റിവെക്ക്, എന്നിട്ട് ഇവന്റെ അളിയനായിട്ട് നിന്ന് സംസാരിക്ക്. അപ്പോ ഞാൻ പറയുന്ന എന്താന്ന് മനസ്സിലാകും. എന്താ മുത്തശ്ശി ഇത്? ദത്തേട്ടൻ ഇങ്ങനെ പറയുമ്പോ അതിന് പിന്നിൽ എന്തെങ്കിലും ഇല്ലാതെ വരുമോ? വരും. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഒന്ന് അനുസരിക്ക്. കുട്ടികൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കയല്ലേ, ആദ്യം അവരൊന്ന് വിശ്രമിക്കട്ടെ. എന്നിട്ട് നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. മുത്തശ്ശി അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന അപകടമാണെന്ന് ഞാൻ പറഞ്ഞേ. എന്ത് അപകടം? മുത്തശ്ശി ഇങ്ങനെ കാര്യം അറിയാതെ സംസാരിക്കല്ലേ. പൂജയുടെ പേരിൽ മാൻ മിസ്സിംഗ് കേസാ ഉള്ളത്. അതിനൊന്നുമില്ലേ? ഈ കുട്ടിയെ കണ്ടു കിട്ടിയിട്ട് നമ്മളത് മറ്റാരെ അറിയിക്കാരുന്ന അത് നിയമവിരുദ്ധമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ആ കേസൊക്കെ പിൻവലിച്ചാ പ്രശ്നങ്ങൾ തീരും. എന്റെ മുത്തശ്ശി കേസ് കൊടുത്തവർ വേണ്ടേ അത് പിൻവലിക്കാൻ? കേസ് കൊടുത്തത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയല്ലേ? അവരെ കൊണ്ട് കേസ് ഞാൻ പിൻവലിപ്പിച്ചാ പോരെ? മതി. പക്ഷെ അത് എത്രയും പെട്ടെന്ന് വേണമെന്ന് ഞാൻ പറഞ്ഞോളൂ. മുത്തശ്ശി നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതലുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ നിങ്ങൾ പഠിപ്പും വിവരമൊക്കെ ഉള്ളവരല്ലേ. ആദി, ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ വേണ്ടെന്ന് അളി പറഞ്ഞാൽ മതി, ഞങ്ങൾ അനുസരിച്ചോളാം. പൂജയുടെ അമ്മയാ. ദത്തേട്ടാ വേഗം എടുക്ക്. ഹലോ മാഡം. മാഡം അല്ല, ഇത് ഞാനാ ശ്രീനിവാസൻ. ആ പറയൂ സർ. ഇതെത്ര ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇപ്പം ഞാൻ പറയണം? സോറി, ഞാനൊരു അർജന്റ് കാര്യം പറയാനാണ് വിളിച്ചത്.